ഹലോ ഗൈസ്, കുറേ പേര് എന്നോട് ചോദിച്ചു മുടി കെട്ടുന്ന വീഡിയോ ഇടും. ഞാൻ പറഞ്ഞു ഇടാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കുറേ നാളായിട്ട് നീട്ടിക്കൊണ്ടുപോയി. പിന്നെ അവർ ചോദിച്ചു മുടി കെട്ടുന്ന വീഡിയോ എന്തെങ്കിലും ആക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു മുടി കെട്ടുന്ന വീഡിയോ ഇടാണ്. അങ്ങനെ ഇട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇന്ന് ഇച്ചിരി എണ്ണയാണ് നമ്മൾ തേക്കുന്നത്. ഇച്ചിരി എണ്ണ തേക്കുമ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ. അതാണ് നല്ലത്. ടാപ്പ് ചെയ്ത് ഇട്ടിട്ട് ഒന്ന് സ്മൂത്താക്കിയാൽ മതി. അതാണ് നല്ലത്. ഒന്ന് സ്മൂത്താക്കി ഇട്ടിട്ട് 4 റിബണാണ് നമുക്ക് വേണ്ടത്. 4 റിബൺ 2 സൈഡായിട്ട് കെട്ടണം. 4 റിബൺ. അപ്പം 4 റിബൺ വെച്ചിട്ട് നമ്മളിന്ന് ചെയ്യുന്നത്. ഇനി നമുക്ക് ചീപ്പ് വേണം. ചീപ്പ് വെച്ചിട്ട് നമ്മൾ ഒരു പാർട്ടീഷൻ എടുത്തിട്ട് അതിൻ്റെ ഇച്ചിരി മുടിയെടുത്ത് ഒന്ന് കെട്ടണം. കെട്ടുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഈ ഇടയ്ക്ക് വേറെ വലിയ മുടിയോ ചെറിയ മുടിയോ കുരുങ്ങി കഴിഞ്ഞാൽ മോനെ തീർന്ന്. നമ്മൾ ആദ്യം മുതൽ ഒന്നും കൂടെ ചെയ്യണം. അതുകൊണ്ട് സൂക്ഷിച്ചാണ് ഞാൻ കെട്ടുന്നത്. നിങ്ങളും അതുപോലെ ചെയ്യണം. ഇപ്പോൾ കെട്ടുന്ന കാര്യം വേണ്ട. ഈ പുറകിലത്തെ മുടിയൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് കയറി വരല്ല, മീൻസ് പൊങ്ങും. അതുകൊണ്ട് നമ്മൾ താത്തിട്ട് കെട്ടാവും. അങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടെ കെട്ടാം. ഈ സൈഡ് കൊള്ളാം. എനിക്ക് അപ്പുറത്തെ സൈഡ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇച്ചിരി മുടി കൂടിപ്പോയി. അതാണ് ഇത് ഇഷ്ടപ്പെടാത്തത്. അപ്പം ഇപ്പുറത്തെ സൈഡാണ് കെട്ടുന്നത്. ഇടയ്ക്ക് ഞാൻ എന്തുവാന്ന് ചോദിക്കുന്നത്, അത് നിങ്ങളെ കാര്യമാക്കണ്ട. അപ്പം ഇങ്ങനെ കെട്ടണം. ഇടയ്ക്ക് വെച്ചിട്ട് കെട്ടല് ഇച്ചിരി ഇപ്പുറത്തെ സൈഡ് ഇച്ചിരി കൂടിപ്പോകണം, ഇപ്പുറത്തെ സൈഡ് ഇച്ചിരി കുറഞ്ഞു പോകണം. ഞാൻ കെട്ടിയേക്കുന്നത് ഇപ്പുറത്തെ സൈഡ് കൂടിപ്പോയി, അപ്പുറത്തെ സൈഡ് കുറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കെട്ടിയേക്കുന്നത്. ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ കേട്ടുകൊണ്ടിരുന്നോ? നമ്മളിത് കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വരുന്നില്ല, അതാ കുഴപ്പം. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് പാർട്ടീഷനായിട്ട് എടുക്കണം. ഞാൻ പറയാൻ മറന്നുപോയി, പാർട്ടീഷൻ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ തിരിഞ്ഞ് നിന്നിട്ട് ഞങ്ങളെ കാണിച്ചല്ലോ പാർട്ടീഷൻ എടുത്താൽ. അപ്പോൾ ഇനി നമുക്ക് ഒന്നുമില്ല, ഇനി 2 സൈഡും കെട്ടുന്ന പോലെ 2 റിബൺ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇച്ചിരി പാടാ. കാരണം മറ്റേ മണ്ടയ്ക്ക് കെട്ടിക്കുന്ന റിബൺ താഴോട്ട് വരാതിരിക്കാൻ ഇച്ചിരി പാടാ. അങ്ങ് സാരമില്ല, നിങ്ങൾ സൂക്ഷിച്ച് കെട്ടിയാൽ മതി. ഇനി അടുത്ത റിബൺ എടുത്തിട്ട് ഈ സൈഡും കൂടെ കെട്ടണം. ഈ സൈഡും കൂടെ കെട്ടിയാൽ നമ്മുടെ ഇത് സെറ്റാവും. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇതാവുന്നത്. കൊള്ളാമോ?